ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണോ? ഹാപ്പിയാണോ? എനിക്ക് സുഖമാണ്, സന്തോഷമാണ്, ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് സർവ്വശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്ന് പറയണമല്ലോ, നമ്മളൊന്ന് സംസാരിക്കണം. ഇത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ വിചാരിക്കും വേണ്ട എന്ന് വിചാരിക്കും. വീണ്ടും അത് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു, ഷിംജിതയ്ക്ക് ജാമ്യമില്ല. അപ്പോൾ എനിക്ക് തോന്നി, അതിലെ കമൻറ്റുകളൊക്കെ ഞാനൊന്ന് പോയി വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഒരുപാട് പേര് അതിലെഴുതിയേക്കുന്നു, കോടതിയോട് ആദ്യമായി ബഹുമാനം തോന്നി, ജഡ്ജിനോട് ആദ്യമായി ബഹുമാനം തോന്നി, ഒരു കോടതി വിധി വന്നപ്പോൾ ആദ്യമായിട്ട് സന്തോഷിച്ചൊരു വിധിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്. അതിപ്പോൾ നമ്മൾ ആരെയും നിർബന്ധിച്ച് ചെയ്യിച്ചതൊന്നുമല്ല. അതെല്ലാവരും അവരവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കുറിച്ചിടുന്നതാണ്. അതാണല്ലോ കമൻറ്റ് അല്ലേ? അപ്പോൾ എനിക്കും സന്തോഷം തോന്നി. ആ ന്യൂസ് കണ്ടപ്പോൾ ആ ന്യൂസ് കണ്ടത് ഞാനും സന്തോഷിച്ചു. കാരണം ഞാനും ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു മോളാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ കാര്യം. കാരണം നമുക്കും ബസ്സിൽ യാത്ര ചെയ്യണം. നമുക്കൊക്കെ എല്ലാവർക്കും കാറും വലിയ ബംഗ്ലാവുള്ള ആൾക്കാരൊന്നുമല്ല അല്ലേ? നമുക്കൊക്കെ ബസ്സിൽ യാത്ര ചെയ്യണം. നമ്മളൊക്കെ പബ്ലിക്കിൽ പോകേണ്ടതാണ്. നമ്മുടെ മക്കൾ പബ്ലിക്കിൽ പോകുന്നവരാണ്. അപ്പം ഷിംജിതയെ പോലെ ഇനിയുള്ള കുറേ ഷിംജിതകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല അല്ലേ? അന്നേരം നമുക്ക് അങ്ങനെ ഒരു ദീപക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കുടുംബത്തിനും താങ്ങാൻ പറ്റാത്തൊരു ഇതായിരിക്കും. അങ്ങനെ ഒരിക്കലും ഒരു ദീപക്കോ ഒരു ഷിംജിതയോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അല്ലേ? അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമായെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ ന്യൂസ് കണ്ടപ്പോൾ നിങ്ങൾ എത്ര പേര് സന്തോഷിച്ചു എന്നുള്ള കമൻറ്റ് ചെയ്യണം. അതൊരു പക്കം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളോട് നമ്മുടെ വീട്ടുകാർ വന്ന് നമ്മുടെ മക്കൾ വന്നിട്ട് നമ്മുടെ മോളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളോ സഹോദരിയോ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയണ, ഇങ്ങനെ എനിക്കൊരു സെക്സ്വൽ ഹരാസിങ് ഉണ്ടായി ബസ്സിൽ വെച്ചിട്ട്, ഞാനതൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനതൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു പേരൻസ് നമ്മൾ ആദ്യം വിചാരിക്കുക ശരിയായിരിക്കും, നമ്മുടെ മോൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് ചെയ്യണം, അത് ഉറപ്പായിട്ടും പുറത്ത് കൊണ്ടുവരണം എന്ന് ചിന്തിക്കും അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഷിംജിതയുടെ കുടുംബത്തിനെ വെറുതെ വിട്ടേക്ക്, പാവമല്ലേ? ഇപ്പം അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ഞാൻ പല ന്യൂസുകളും കാണുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്കറിയത്തില്ലല്ലോ, അവരുടെ മകൾ എന്താണ് ചെയ്തതെന്ന് അറിയത്തില്ലല്ലോ. വയസ്സായ പേരൻസിനെയൊക്കെ നമ്മൾ എന്തിനാണ്, ഇനിയും ഒരു ദീപക്കിനെ പോലെ വയസ്സായ ഒരു അച്ഛനും അമ്മയും ഉണ്ടാവണോ? വേണ്ടല്ലോ. അവരും ചിലപ്പം ആ ഒരു ഇതിലേക്ക് പോകും. മകൾ തെറ്റ് ചെയ്താൽ മകൾ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ പോരെ? അതെൻ്റെ വേറൊരു ചോദ്യം കേട്ടോ. എല്ലാവരോടും ഇത് പറഞ്ഞിട്ട് നാളെ ആരും എന്നെ പൊങ്കാലയിടാൻ വരരുത് ദൈവത്തെ ഓർത്ത്. ആ അമ്മയും അപ്പനും അല്ലേ ആ മകളെ പഠിപ്പിച്ചത്, അവരുടെ പഠിപ്പിൻ്റെയാണ്. അങ്ങനെയല്ല. ഇന്നത്തെ 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ വീട്ടിൽ നമ്മളൊക്കെ കഞ്ഞിവെള്ളം കുടിച്ച് വളർന്നവരാ. അവർക്ക് പാല് കൊടുത്താൽ അവർക്ക് വേണ്ട, അവർ റബ്ബർ പാല് വേണമെങ്കിലും കുടിക്കും. അതാണ് ഇന്നത്തെ 2K കിഡ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഒരുപാട് പ്രോബ്ലംസാണ്. നമ്മളൊന്നും പറഞ്ഞാലൊന്നും കേൾക്കുന്ന ഒരു മക്കളല്ല ഇപ്പോഴത്തെ സമൂഹത്തിൽ വളർന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരിത്. പിന്നെ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വലിച്ചു നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയണത് കേട്ടോ. ഇനി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ നമുക്ക് ആരാണ്, എൻ്റെ അനുഭവം ഞാൻ പറയാൻ, ഞാൻ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തോ ഇല്ല കുഞ്ഞിനെയും കൊണ്ടൊക്കെ ബസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലേഡീസ് ഒരൊറ്റ എണീറ്റ് തരത്തില്ല. നമ്മളെങ്ങനെ അറിയാതെ അവരുടെ ദേഹത്തേക്ക് ഒന്ന് ചാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതെന്താ കാണിക്കണേ, ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നെന്ന് പറയും ലേഡീസ്. അതേസമയം നമ്മുടെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മളിനിപ്പോൾ ഗർഭിണിയാവണ്ട, നമ്മളല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടായിരിക്കേണ്ട, ഒന്നും ആയിരിക്കേണ്ട, നമ്മളെ കാണുന്ന സിസ്റ്റർ ഇരുന്നോ എന്ന് പറഞ്ഞ് മാറി തന്നു ഒരുപാട് ആണുങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം അങ്ങനെ. മനസ്സിലായോ? അവർക്ക് അന്നേരം എന്നെ വന്ന് സെക്ഷലായിട്ട് യൂസ് ചെയ്യാനല്ല അവരൊന്ന് നോക്കിയത്, അവരൊന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം ഞാൻ ബസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇത് കിട്ടത്തില്ല, ബാലൻസ് കിട്ടത്തില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോകുന്ന സമയത്ത് അവർ പറയും ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, മാറി തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്കൊരു വയ്യാഴിക വരുമോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എത്തുന്നത് അവരാണ്. അവർ നമ്മുടെ ഓരോ ആണുങ്ങളും നമ്മുടെ അച്ഛനാണ്, സഹോദരനാണ്, ഫ്രണ്ടാണ്, മകനാണ് എന്നുള്ള ബോധം ഓരോ പെണ്ണുങ്ങൾക്കും വേണം.
അതേപോലെ ആണുങ്ങൾക്കും വേണം. എല്ലാ ആണുങ്ങളും നല്ലതാണെന്നോ എല്ലാ പെണ്ണുങ്ങളും മോശമാണെന്നോ ഞാൻ പറയുന്നില്ല. ആണുങ്ങൾക്കും വേണം. ഇത് നമ്മുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ മോളാണ് എന്നുള്ള ബോധം ആണുങ്ങൾക്കും വേണം. ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ വന്നിട്ട് പലരും എന്നെ കളിയാക്കാറുണ്ട്. ചില ആൾക്കാർ പറയും, വരുന്ന ആണുങ്ങൾ തന്നെയാണ്, വരുന്ന ലൈവിലൊക്കെ വരുവാണെങ്കിലും അങ്ങനെയൊക്കെ വന്ന് എന്നോട് പറയും, നിങ്ങളെ കാണാൻ നല്ലതാണ്, ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ പറയും. ചില ആൾക്കാർ വന്ന് പറയും, നിന്നെ കാണാൻ പന്നിയെ പോലെയാണെന്ന് പറയും. ചില ആൾക്കാർ പറയും, നിന്നെ കാണാൻ 9 പോലെയാണെന്ന് പറയും. ചില ആൾക്കാർ പറയും, നിന്നെ കാണാൻ ജഗതിയെ പോലെയാണെന്ന് പറയും. ചില ആൾക്കാർ പറയും, നിന്നെ കാണാൻ ഷാജു കുടീനെ പോലെയാണെന്ന് പറയും. ഇതൊക്കെ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ബോഡി ഷെയ്മിങ് ആണ്. പക്ഷെ ഞാനപ്പം ആദ്യമൊക്കെ ഞാൻ ചിരിച്ചു തള്ളും. കുറേ നേരമൊക്കെ ഓക്കെ, അങ്ങനെയാണോ, നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയും. എന്നിരുന്നാലും എൻ്റെ മനസ്സ് കരയും. അല്ലേ, ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മൾ ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് നമ്മളെ പറയുകയാണ്, നീനെ കാണാൻ ഇങ്ങനെയുള്ളതെന്ന്. ആരെങ്കിലും പറയുമോ? പറയില്ല. ചില ആൾക്കാർ പറയും, ചേച്ചിയുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്, ചേച്ചി സംസാരിക്കുന്ന കാണാൻ നല്ല രസമാണ്, അങ്ങനെ പറയും. അങ്ങനെ പറയുന്നവരുമുണ്ട്. ഒരുപാട് പേര്, ഭൂരിപക്ഷം പേരും അങ്ങനെ പറയുന്നവരാണ്. പക്ഷെ 1-2 പേര് ഇങ്ങനെയുള്ളവരും ഉണ്ട്. അവർക്കതിലെന്തോ മനസ്സുഖം കിട്ടും. അതിലെന്തോ ഒരു മനസ്സുഖം അവർക്ക് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷെ ആ മനസ്സുഖം അതാണ് ഇപ്പോൾ ഷിംജിതയും ചെയ്തത്. അവളുടെ ഒരു മനസ്സുഖം, അവളുടെ റീച്ചിങ്, അതാണ് അവൾ പ്രതീക്ഷിച്ചത്. അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആ അമ്മയുടെ കരച്ചിൽ, കണ്ണാ നീ ഇല്ലാതെ അമ്മയ്ക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? എൻ്റെ കണ്ണൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിച്ച ആ കരച്ചിൽ നമ്മളെ മൊത്തം പിടിച്ചു കുലുക്കിയില്ലേ? ഇല്ലേ? എന്തെങ്കിലും ആ കുടുംബത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് പിന്നെ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. 100-ൽ 80% ആണുങ്ങളെയും വിശ്വസിക്കാം. പക്ഷേ 100-ൽ 25% പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടുള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മളെക്കൊണ്ട് ആവശ്യം നടക്കില്ല, അല്ലെങ്കിൽ നമ്മൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, നമ്മളെ ചിലപ്പോൾ സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്കത് തിരിച്ചു ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളോട് ആ സ്നേഹമൊന്നും അവർക്കുണ്ടാവില്ല. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല. അവളുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആണുങ്ങളാണ് 100-ൽ 80% ആണുങ്ങളും. ആണുങ്ങളെ നമുക്ക് വിശ്വസിക്കാം. ഒരു ദൂരയാത്ര പോയി നോക്കിക്കേ. ദൂരയാത്ര പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു വയ്യാഴിക വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരിത്തിരി വെള്ളം വേണമെങ്കിൽ, ചേട്ടാ എനിക്ക് ഒരു ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ അടുത്ത ഇതിൽ പോകുമ്പോൾ എനിക്കൊരു വെള്ളം മേടിച്ച് തരാമെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ആ അടുത്ത സ്റ്റോപ്പ് വരെ വെയിറ്റ് ചെയ്യത്തില്ല. ആ മനുഷ്യൻ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ആരോടെങ്കിലും ചോദിക്കും, ഇത്തിരി വെള്ളം തരാവോ എന്ന് ചോദിക്കും. നമ്മൾ ഈ സഹായങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന ആണുങ്ങളോടാണ്. എന്തുകൊണ്ട് അവരെ ദ്രോഹിക്കുന്നു? അവരെ ദ്രോഹിക്കണ്ട. അവരെ വെറുതെ വിട്ടേക്കൂ. ചെയ്യാത്ത കുറ്റത്തിന് ദ്രോഹിക്കാതെ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടട്ടെ. നമുക്കൊരു റീച്ചിന് വേണ്ടിയിട്ടോ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, നമ്മുടെ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ പോയി നാണം കെടുത്താതെ, ഇതൊക്കെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ വലിയ സത്യപുണ്യാളത്തിയോ അല്ലെങ്കിൽ ഞാൻ വലിയ ഇതൊന്നും അല്ല. എന്നാലും ഞാൻ പറയാണ്, ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല. എൻ്റെ മനസ്സിന് വിഷമം തോന്നിയാലും ഞാൻ മനസ്സറിഞ്ഞ് ആരെയും ദ്രോഹിക്കാറില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരുപാട് കാശും പണവും പ്രതാപവും ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ, ഒരു വ്യക്തിയല്ല ഞാൻ. ചിലർ വന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ, എന്തിനു യൂട്യൂബ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് പറഞ്ഞിട്ട് ആരെയും ദ്രോഹിക്കണമെന്നല്ല. സമൂഹത്തിനോട് പറയുകയാണ്, സ്ത്രീവർഗത്തെ മുഴുവൻ, സമൂഹത്തിലെ സ്ത്രീകളോട് ഞാൻ പറയുകയാണ്, സ്ത്രീവർഗത്തെ മുഴുവൻ അപമാനിക്കപ്പെടുത്തുന്നത് പോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കൂ. ഓരോ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട്, സ്ത്രീവർഗമേ നിങ്ങൾ തലകുനിക്കൂ എന്ന്. കാരണം എന്താ? കാമുകന്മാരുടെ കൂടെ പോകാൻ കുഞ്ഞുങ്ങളെ കൊല്ലുക, വിഷം കൊടുക്കുക, കൊല്ലുക, കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോവുക. മനസ്സിലായോ? ഒരു സ്ത്രീ ചെയ്യുന്ന തെറ്റിന് സ്ത്രീവർഗമേ നിങ്ങൾ തലകുനിക്കൂ എന്ന് പറയിക്കാതെ, ഷിംജിത ചെയ്ത തെറ്റിന് ഷിംജിതയുടെ കുടുംബത്തിനെ നമ്മൾ ഉപദ്രവിക്കണ്ട. ഷിംജിത അനുഭവിക്കട്ടെ. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അത് പറഞ്ഞ് ആരും എന്നെ പൊങ്കാലയിടരുത്.
കാരണം അവരൊരു അച്ഛനും അമ്മയാണ്. ഒരച്ഛൻ നഷ്ടപ്പെട്ടാലോ ഒരമ്മ നഷ്ടപ്പെട്ടാലോ ഉണ്ടാകുന്നൊരു ഷിംജിതയ്ക്ക് മാത്രമല്ല, ഷിംജിത മാത്രമായിരിക്കുമല്ലോ ആ കുടുംബം. അത് ചിന്തിക്കേ. ഇനി നമുക്കൊരു ദീപക്കോ അല്ലെങ്കിൽ നമുക്കൊരു ഷിംജിതയോ വേണ്ട എന്ന് ചിന്തിക്കേ. ഇത് പറയണമെന്ന് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞ് ആരും എന്നെ പൊങ്കാലയിടാൻ വരരുത്. ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരു ബസ്സിൽ കയറിയാൽ നാളെ ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി നാളെ ഒരു ശകലം വെള്ളം കുടിക്കാനില്ലാതെ റോഡിൽ കിടന്നാൽ പോലും ഏതെങ്കിലും ഒരാണന്നേരം ഒരു കുപ്പി വെള്ളമെങ്കിലും നായി കുടിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞെങ്കിലും കൊടുക്കും. അറിയാവോ? അതാണ് ആണുങ്ങളുടെ മനസ്സ്. ആണുങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കൂ. എല്ലാ ആണുങ്ങളെയല്ല ഞാൻ പറയുന്നത്. നല്ല ആണുങ്ങളുണ്ട്, മോശക്കാരുണ്ട്, നല്ല പെണ്ണുങ്ങളുണ്ട്, മോശം പെണ്ണുങ്ങളുണ്ട്. പക്ഷെ സമൂഹത്തെ മനസ്സിലാക്കി ജീവിക്കൂ, ആരെയും ദ്രോഹിക്കാതിരിക്കൂ. ഇത്രയെങ്കിലും ഞാൻ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു.